ഇതൊക്കെ വലിയ വലിയ ആൾക്കാരുടെ കേസുകെട്ടുകളാണ് ഇത്. ഞാനൊക്കെ ഒരു സാധാരണക്കാരനാണ്. എനിക്ക് എൻ്റെ കുടുംബത്തിൽ ഈ പടം ഞാൻ അഭിനയിച്ചിട്ട് വന്നിട്ട് എൻ്റെ വീട്ടിൽ എനിക്ക് ആഹാരം തരാതെ ഇരിക്കുമോ, അല്ലെങ്കിൽ എൻ്റെ പിള്ളേരോ എൻ്റെ പെണ്ണുപിള്ളേരും മിണ്ടാതെയോ ഒന്നും ഇരുന്നിട്ടില്ല. ഞാൻ ഒരു വൈദിക കുടുംബത്തിൽപ്പെട്ട എൻ്റെ വീട്ടിലെ മുസ്ലിയാക്കന്മാരും ഒക്കെ ഉള്ള ഒത്തിരി. ആ അപ്പൊ അതിനകത്ത് അങ്ങനെയുള്ളവർ ഈ പടം കണ്ടിട്ടില്ലല്ലോ. കാരണം വെച്ചാൽ അവർ കാണാത്തോണ്ട്. അത് തന്നെയല്ല, ഇത് ആരാന്ന് ഇതൊക്കെ ഈ തെറി എന്നൊക്കെ പറയണേ. അതെ അതെ ഇതൊക്കെ വേറെ നമ്മുടെ ഈ നാട്ടിൽ ആരോ എഴുതി വെച്ച ഒരു സാധനം, അത് തെറിയെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഉം, ഇത് വേറെ നാട്ടിലൊക്കെ വേറെ അർത്ഥങ്ങളായിരിക്കും, നല്ല അർത്ഥമൊക്കെ ആയിരിക്കും ചിലപ്പോൾ ചില തെറിക്ക്. അതെ ഇത് വലിയ കാര്യമൊന്നും ആക്കണ്ട. കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ചുരുളി ഇറങ്ങിയതിന് ശേഷം ഏറ്റവും കൂടുതൽ ഹെഡ്സെറ്റ് വിറ്റ ഒരു ഒരു ഇതായത്, അതെ അതെ തീർച്ചയായും. ഹെഡ്സെറ്റ് വിട്ട ഒരു ചിത്രമാണ്. അത് അതിനകത്ത് എല്ലാവരും കണ്ടെന്നേ, ഉം, ചെറിയ പിള്ളേരും തൊട്ട് എല്ലാവരും കണ്ടു കഴിഞ്ഞിട്ട്. അത് തന്നെയല്ല, ഈ ചുരുളി ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം കുറെ ചാനലിൽ കൂടെ, മറ്റേ യൂട്യൂബ് ചാനലിൽ കൂടെ ഒക്കെ പല സാധനങ്ങൾ വന്നില്ലേ. ഈ പന്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന 5-ലും 6-ലും ഒക്കെ പഠിക്കുന്ന പിള്ളേര്, ആ നമ്മൾ അതിനകത്ത് പറഞ്ഞേക്കാളും വലിയ അക്രമത്തെറി പറഞ്ഞുകൊണ്ടുള്ള സംഭവം കണ്ടില്ല. അതെ കണ്ടില്ല, ഇതൊക്കെ സമൂഹം ഇതൊന്നും അല്ലെന്ന വിഷയം. നമുക്ക് എന്തുമാത്രം വിഷയം കിടക്കുക. ഇപ്പൊ തന്നെ നോക്കി, ഒരു 3-ാം ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെടാൻ പോവാ. ആ അതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ പറയാം എല്ലാവരോട്. ഇങ്ങനത്തെ ഈ ചീഞ്ഞ കേസ് എടുത്തിട്ട് ഈ ആൾക്കാരോട് ഈ ഫേസ്ബുക്കിലിട്ട് കളിക്കാതെ. അവിടെയൊക്കെ അതൊക്കെയാണ് നമ്മൾ നോക്കണ്ടേ. എന്തോരം പേര് പട്ടിണി കിടക്കണേ ഏതോ രാജ്യത്തൊക്കെ. ഇവിടെയൊക്കെ സൂചിച്ച് ജീവിക്കുന്നതിന്റെ സംഭവമാണ് ഇതൊക്കെ. ഈ അയലോടിയിലൂടെ ഒക്കെ പറിച്ചിലും പിടിച്ചിട്ട് അതെ അതെ അതായത് അയ്യോ ഇതൊന്നും അല്ല. അതൊക്കെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ വേറെ ഉണ്ട് തന്നെ. അല്ലാതെ പിന്നെ നമ്മൾ ചുരുളിയായി അതായി ഇതായി. ഈ ചുരുളി എന്ന് പറയുന്ന സിനിമയിലേക്ക് ലിജോസ് പെല്ലിശ്ശേരി എന്ന് പറഞ്ഞൊരു ഡയറക്ടർ വിളിച്ചപ്പം ജാഫ്രിക്കാന്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ലിജോസ് പെല്ലിശ്ശേരി എന്ന് പറഞ്ഞൊരു ക്രാഫ്റ്റ്മാനോടൊപ്പം വർക്ക് ചെയ്യാവുന്നതായിരുന്നു. അങ്ങനെ ഞാൻ അതിന് മുമ്പ് ജല്ലിക്കെട്ട് അഭിനയിച്ചല്ലോ. അതെ 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 അത് വ്യക്തമായിട്ട് അങ്ങനെ പറഞ്ഞല്ലോ. ജല്ലിക്കെട്ടിൽ ചേട്ടൻ ചെയ്ത സാധനം ഇഷ്ടപ്പെട്ടുകൊണ്ട് വിളിക്കുക ചേട്ടാ. ഞാൻ താമസിച്ചെന്നേന്, ഞാൻ താമസിച്ചാ ഷൂട്ടിങ് ചെന്ന്. മിസ്റ്റിൽ എന്തോ രാവിലെ വെളുപ്പിന് എടുക്കാനായിട്ട് ചെന്നപ്പം ഞാൻ അകലേന്ന് വന്നിട്ട് ഉറങ്ങിപ്പോയി. ഞാൻ രാവിലെ മിസ്റ്റ് പോയി കഴിഞ്ഞിട്ട് അവര് 6:30 അങ്ങോട്ട് ഷൂട്ട് വെക്കും. ഞാനൊരു 7-7:15 ആയപ്പോഴാണ് അവിടെ ചെന്നേ. അപ്പൊ അതിന് പുള്ളി പെട്ടെന്ന് പറഞ്ഞു, ചേട്ടാ ചേട്ടന് ഈ സിനിമയിൽ അഭിനയിക്കാൻ പറ്റുമോ? അപ്പൊ ചേട്ടനാ പറയാറുണ്ടെങ്കിൽ എനിക്ക് വേറെ ആരെങ്കിലും വെച്ച് ചെയ്യാറുണ്ട്. ഫസ്റ്റ് ഡയലോഗ് അതായിരുന്നു. കാരണം എന്നിട്ട് പുള്ളി പറഞ്ഞു, ജല്ലിക്കെട്ടില് അഭിനയിച്ചത് കൊള്ളാം, നല്ല തോന്നിയിട്ട് വിളിച്ചാട്ടോ എന്നും പറഞ്ഞ് അതൊരു ഡയലോഗ് പറഞ്ഞു. അപ്പൊ ഞാൻ പ്രേക്ഷകർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട ആ സിംഗിൾ ഷോട്ട്, ജല്ലിക്കെട്ടിലെ സിംഗിൾ ഷോട്ടൊക്കെ ഒരുപാട് ആളുകൾ. ഞാൻ ഈ പറഞ്ഞ റൂട്ട് പോലും മനസ്സിലായില്ല. ജല്ലിക്കെട്ടിലെ 3 മിനിറ്റുള്ള ഷോട്ടിന്റെ കാര്യം അല്ല പ്രശ്നം. ജല്ലിക്കെട്ടിൽ അങ്ങനെ ചെയ്ത് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഈ പടത്തിൽ വിളിച്ചത്. മനസ്സിലായി. അപ്പൊ ഞാൻ ചെന്നപ്പോ പറയുവാണ്, അതുകൊണ്ട് വിളിച്ച ചേട്ടാ ചേട്ടൻ, ഞാൻ പിന്നെ ഒരു സംഭവം ഇവിടെ വെച്ചേക്കുമായിരുന്നു, മറ്റേ ഈ മിസ്റ്റിൽ എടുക്കാനുണ്ട്. അത് താമസിച്ചോ ചേട്ടന് പറ്റുമോ ചെയ്യാൻ, ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞുതരാം എന്ന് തുറന്ന് എന്നോട് പറഞ്ഞു പുള്ളി. അപ്പൊ ഞാൻ തിരിച്ചങ്ങോട്ട് പറഞ്ഞു, സാറേ ഞാനല്ലാതെ പിന്നെ ആരാ സാറേ, ഞാൻ വന്നിട്ട് പിന്നെ അഭിനയിക്കാന്ന് പറയാൻ ശരിയാവും, ഞാൻ അഭിനയിക്കും സാറേ എന്നും പറയട്ടെ. പുള്ളി അവിടെ വെച്ച് എന്നോട് അതും പറഞ്ഞു ഒന്ന് ഇങ്ങോട്ട് പൊക്കും അങ്ങോട്ട്. ആ ഫസ്റ്റ് ഷോട്ട് ആന കപ്പ മേടിക്കാൻ പോണ ആ ഷോട്ട് പോണതെന്ന് പറഞ്ഞാൽ അന്നേരം ആ വഴി വെച്ച് പറഞ്ഞു തന്ന, അതിനകത്ത് സ്ക്രിപ്റ്റും കൊണ്ട് പറയുന്ന ആള് നടക്കണമൊന്നുമില്ല. അങ്ങനെ പറഞ്ഞു തരുന്ന സാധനം അഭിനയിക്കുന്നു. ഞാൻ അഭിനയിച്ചു. ഞാൻ അതുകൊണ്ട് അരി മേടിച്ചു. എന്റെ മക്കള് പിന്നെ ഭാര്യയൊക്കെ അതിന് വെച്ചിട്ട് എന്നെ നിങ്ങൾ എന്തിനാ അങ്ങനത്തുള്ള പടത്തിന് പോയി ഇങ്ങനെ പടത്തിന് വേണ്ടി എന്റെ തൊഴിൽ തന്നെ. പിന്നെ ഒരു കാർപ്പൻറ്ററെ വിളിച്ചു കഴിഞ്ഞാൽ കട്ടില് മാത്രം പൂട്ടുന്ന കാർപ്പൻറ്റർ ഉണ്ടോ? കട്ടിലും പൂട്ടണം, സ്റ്റൂളും പൂട്ടണം, കൊരണ്ടിപ്പലയും പൂട്ടണം, ചിരവ ഉണ്ടാക്കണം, എല്ലാ സാധനങ്ങളും മരവും കൊണ്ട് എല്ലാം ഉണ്ടാക്കുന്ന ഒരാളാണ് ഒരു വിശ്വകർമ്മയിൽപ്പെട്ട ഒരു കാർപ്പൻറ്റർ എന്ന് പറയുന്ന ആള്. ഒരു വിശ്വകർമ്മയാ, അതായത് കൊത്തിവെക്കുന്നവരാ, ഒരു ഉഗ്രം ടീമുകളാ. അപ്പൊ അതവര് ചെയ്യണം. അല്ലാതെ ഞാൻ കട്ടില് മാത്രം ഉണ്ടാക്കുള്ളൂ എന്നും പറഞ്ഞൊരു കാർപ്പൻറ്റർ നടക്കൂ. തീർച്ചയായും. അങ്ങനെ ഒരു സ്പെഷ്യൽ അത്രേ ഉള്ളൂ. എല്ലാം ചെയ്യണമെന്ന് വിമർശനമൊക്കെ വരും മോനെ. ഞാൻ പറയുകയാണെങ്കിൽ വിമർശിക്കുന്ന സമയത്ത് നമ്മൾ കുറെ പുറകോട്ടൊന്നും നോക്കിക്കുക. ഇന്നലെ കേട്ട വാർത്തയും കാര്യങ്ങളും ഒക്കെ കൂട്ടുപോയി കഴിഞ്ഞാല് നമ്മളെല്ലാം ലോഹ്യം പടക്കമായിട്ട് രാജ്യങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധവും കാര്യങ്ങളൊക്കെ വരുക. ഉള്ള കാലം നല്ലതും ചെയ്ത് എവിടെയെങ്കിലും പണിയെടുത്ത് കാശുണ്ടാക്കി പിള്ളേർക്ക് അരിയും മേടിച്ചു കൊടുത്ത് ഒതുങ്ങി അങ്ങ് ജീവിച്ചാൽ മതി. അങ്ങനെ ജീവിക്കുവാണെങ്കിൽ നമുക്ക് ജീവിക്കാം. അല്ലെങ്കിൽ ഉള്ള ജീവിതമൊക്കെ ആർട്ടിഫിഷ്യൽ ജീവിതമാണ്. ഇതൊക്കെ ചിന്തിക്കണം. നമ്മളിപ്പോ ഇരുന്ന് വയറ് നിറച്ച് ഇപ്പൊ ചോറിനോണ്ടിരിക്കുക. സത്യം പറയാ, ചോറിന് കഴിഞ്ഞു. ഞാനിപ്പോ ഇവിടെ ഞാൻ കഴിച്ചതിന്റെ ബാക്കി വെച്ചേക്കണത് ഞാൻ ആലോചിക്കുന്നത് എങ്ങനെ കളയും. കാര്യം കഴിച്ചിട്ട് ബാക്കി വെച്ചേക്കണ. അപ്പൊ തട്ടിപ്പറി കൂടണല്ലേ മറ്റു രാജ്യത്തൊക്കെ. തട്ടിപ്പറി കൂടുക. അപ്പൊ അതാ വേസ്റ്റ് വരെ കളയാൻ എനിക്ക് മടിയാ.
അപ്പൊ എന്റെ എളിയ ഒരു ഇതിനാന്ന് പറയാം, നിങ്ങളത് എവിടെയെങ്കിലും എഴുതുവോ പിടിക്കുകയോ ചെയ്യുവോ, അല്ലെങ്കിൽ അത് കട്ട് ചെയ്ത് നല്ല ഭാഗങ്ങൾ ഇടണം, അല്ലാതെ എന്നെ ചിറ്റിക്കാനുള്ള ഓക്കെ. അപ്പൊ എല്ലാ ആശംസയും. ഒരുപാട് അടിപൊളി കഥാപാത്രങ്ങൾക്കായി കാത്തിരിക്കുന്നു.